നമസ്കാരം. സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഞാൻ സുഷമ. മോദി UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കില്ല. പകരം ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് അറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ UNGA പൊതുചർച്ചയിൽ പ്രസംഗിക്കില്ലെന്ന് പുതുക്കിയ പ്രാസംഗികരുടെ പട്ടിക സ്ഥിരീകരിക്കുന്നു. പകരം സെപ്റ്റംബർ 27 വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് അറിയിക്കും. സെപ്റ്റംബർ 23 മുതൽ 29 വരെ ന്യൂയോർക്കിൽ നടക്കുന്ന ജനറൽ ഡിബേറ്റ് UN ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര വേദിയാണ്. ബ്രസീലും അമേരിക്കയും ചേർന്നാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാറ്. ആദ്യ ദിവസമായ 23 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കും. സെപ്റ്റംബർ 26 പ്രസംഗിക്കുവാൻ തീരുമാനിച്ചിരുന്ന മോദി ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇസ്രയേൽ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും അതേ ദിവസം പ്രസംഗിക്കുന്നുണ്ട്. സങ്കീർണമായ ആഗോള സാഹചര്യത്തിലാണ് ഈ തീരുമാനം. UN അതിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനം, AI, ലിംഗസമത്വം, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഉന്നതതല ഉച്ചകോടികൾ നടക്കുന്നുണ്ട്. അതേസമയം യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങൾ ലോകശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന വ്യാപാര തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലും ഈ തീരുമാനം പ്രാധാന്യം അർഹിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വാഷിംഗ്ടൺ അടുത്തിടെ താരിഫ് വർദ്ധിപ്പിച്ചതും അതിന് ഇന്ത്യ നയതന്ത്രപരമായി തിരിച്ചടി നൽകിയതും ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപ് സംസാരിക്കുന്ന വേദിയിൽ നിന്ന് മോദി വിട്ടുനിൽക്കുന്നത് ഇന്ത്യ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്ന ചോദ്യമുയർത്തുന്നു. ജയശങ്കറെ ഈ ചുമതല ഏൽപ്പിച്ചത് തന്ത്രപരമായ സമീപനത്തിലൂടെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു നയതന്ത്രജ്ഞൻ്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബഹുമുഖ ലോകക്രമത്തെക്കുറിച്ചും രാജ്യാന്തര ബന്ധങ്ങളിലെ തുല്യതയെക്കുറിച്ചുമുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുൻപ് UN നടത്തിയ പ്രസംഗങ്ങളിൽ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മോദിയുടെ ഈ തീരുമാനം ഇന്ത്യയുടെ നേതൃത്വം ഉയർത്തിക്കാട്ടാനുള്ള ഒരവസരം നഷ്ടപ്പെടുത്തിയേക്കാം എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. സെപ്റ്റംബർ 27 ഇന്ത്യയുടെ ശബ്ദം UN ഉയരും. എന്നാൽ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യം ഇന്ത്യ ഉയർത്തുന്ന സന്ദേശത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നുണ്ടോ, അതോ ഇത് കൂടുതൽ ലക്ഷ്യബോധത്തോടെയുള്ള നയതന്ത്രത്തെ സൂചിപ്പിക്കുന്ന തീരുമാനമാണോ എന്ന ചോദ്യം ബാക്കിയാണ്. GST പരിഷ്കരണം, നികുതി നിരക്കുകൾ കുറച്ചു, സാധാരണക്കാർക്ക് വലിയ ആശ്വാസം. 2017 ചരക്ക് സേവന നികുതി GST നടപ്പാക്കിയ ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നികുതി പരിഷ്കാരങ്ങളിലൊന്നാണ് 56ാമത് GST കൗൺസിൽ അംഗീകരിച്ച GST പരിഷ്കരണം. 4 നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% എന്നിങ്ങനെ 2 പ്രധാന നികുതി നിരക്കുകളായി ചുരുക്കി. ആഡംബര വസ്തുക്കൾക്ക് 40% നികുതി ഏർപ്പെടുത്തി. ഈ മാസം 22 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. സാധാരണക്കാർക്ക് ഈ മാറ്റം വലിയ ആശ്വാസമാകും. സോപ്പ്, ഹെയർ ഓയിൽ, പാലുൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, തുണിത്തരങ്ങൾ തുടങ്ങിയ ദൈനംദിന ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. നോട്ട് ബുക്കുകൾ, ഭൂപടങ്ങൾ, വൈദ്യോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് നിരക്ക് കുറയ്ക്കുകയോ പൂർണ്ണമായി GST ഒഴിവാക്കുകയോ ചെയ്തു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും ചെറിയ വാഹനങ്ങൾക്കും നികുതി കുറയും. അതിനാൽ കൂടുതൽ പേർക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. പാൽ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുമുള്ള നികുതി കുറച്ചത് 10 കോടിയിലധികം വരുന്ന ക്ഷീര കർഷകർക്ക് ഗുണമാകും. രാഷ്ട്രീയപരമായി GST പരിഷ്കരണം വരുന്ന സമയം ശ്രദ്ധേയമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സാമ്പത്തിക ഇളവുകൾ ബീഹാറിലെ മധ്യവർഗ കുടുംബങ്ങളിലും ചെറുകിട ബിസിനസ്സുകാരിലും പാർട്ടിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം ഈ പരിഷ്കാരം ഒരു സന്ദേശം നൽകുന്നു. സാമ്പത്തിക മേഖല മന്ദഗതിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഉപഭോഗം ഉത്തേജിപ്പിക്കും. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് നികുതി രീതികൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു. GSTയിൽ വന്ന ഈ മാറ്റം വ്യവസായ സംഘടനകളും ചെറുകിട ഇടത്തരം സംരംഭകരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്കും ബിസിനസ്സുകൾക്കും ഈ മാറ്റം ഉടനടി പ്രയോജനകരമാകുമെങ്കിലും ഇത് പ്രഖ്യാപിച്ച രാഷ്ട്രീയപരമായ സമയം കാണാതിരിക്കാനാവില്ല.
രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിലെ ദീർഘകാല നേട്ടങ്ങളാണോ അതോ ഹ്രസ്വകാല രാഷ്ട്രീയ നേട്ടമാണോ സർക്കാർ ലക്ഷ്യമാക്കുന്നതെന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുകയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിച്ച് മുന്നേറുകയാണ്. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഈ സൂപ്പർ ഹീറോ ചിത്രം റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബോക്സ് ഓഫീസ് സെൻസേഷനായി മാറിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 10 ദിവസത്തിനുള്ളിൽ ചിത്രം 50 കോടിയിലധികം നേടി. ഇതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 7ാമത്തെ മലയാള സിനിമയും 2025 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ 3ാമത്തെ ചിത്രവും എന്ന നേട്ടം ലോക സ്വന്തമാക്കി. ഇന്ത്യയിലെ ഒരു വനിതാ സൂപ്പർ ഹീറോ ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്ന റെക്കോർഡും ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര നേടിയെടുത്തു. സംവിധായകൻ ഡൊമിനിക് അരുണും അഡീഷണൽ സ്ക്രീൻ പ്ലേയും ഡ്രാമറ്റോർജിയും നൽകിയ ശാന്തി ബാലചന്ദ്രനും ചേർന്നുള്ള രചന കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന കഥാപാത്രങ്ങളെ ജീവൻ തുടിക്കുന്ന കഥയാക്കി മാറ്റി. പുരാണങ്ങളെയും ചരിത്രകഥകളെയും ആഗോള പ്രേക്ഷകർക്ക് അനുയോജ്യമായ രീതിയിൽ ആകർഷകവും സമകാലികവുമാക്കി മാറ്റാൻ സിനിമയ്ക്ക് സാധിച്ചു. മികവുറ്റ സംവിധായകനാണ് താനെന്ന് ഡൊമിനിക് അരുൺ തെളിയിക്കുന്നു. ഓരോ രൂപയും കലയോടുള്ള ഉത്തരവാദിത്തത്തോടെ വിനിയോഗിച്ചതിലൂടെ കൂറ്റൻ ബജറ്റുകൾ ഇല്ലാതെയും സിനിമ മികച്ചതാക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. സംവിധായകൻ്റെയും എഴുത്തുകാരുടെയും കാഴ്ചപ്പാടിൽ വിശ്വസിച്ച് ഈ സിനിമ നിർമ്മിച്ച വേ ഫെയറർ ഫിലിംസും ദുൽഖർ സൽമാനും അഭിനന്ദനം അർഹിക്കുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണം അഭിനേതാക്കളുടെ പ്രകടനമാണ്. നായികയായ കല്യാണി പ്രിയദർശൻ പക്വതയും ആഴവും നിറഞ്ഞ പ്രകടനം കാഴ്ചവെച്ചു. നസ്ലിൻ തൻ്റെ കഥാപാത്രമായി പൂർണ്ണമായും യോജിച്ചു. ചന്തു സലിം കുമാർ ഓരോ സിനിമ കഴിയുന്തോറും ഒന്നാന്തരം പ്രകടനത്തിലൂടെ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ്. അരുൺ കുര്യൻ്റെ പ്രകടനവും സിനിമയെ മികച്ചതാക്കി. സിനിമയുടെ ദൃശ്യ മികവും എടുത്തു പറയേണ്ടതാണ്. നിമിഷ് രവിയുടെ ഛായാഗ്രഹണം, പ്രത്യേകിച്ച് രാത്രിയിലെ രംഗങ്ങൾ സിനിമയ്ക്ക് സൗന്ദര്യവും തീവ്രതയും നൽകി. അജയ് ഘോഷും അദ്ദേഹത്തിൻ്റെ ടീമും ഒരുക്കിയ CGIയും സിനിമയെ കൂടുതൽ മനോഹരമാക്കി. ജെയ്ക്സ് ബിജോയിയുടെ പശ്ചാത്തല സംഗീതം സിനിമയിലെ ഓരോ രംഗങ്ങൾക്കും യോജിച്ച വൈകാരിക തലം നൽകി ചിത്രത്തിൻ്റെ സൂപ്പർ ഹീറോ ഫീൽ വർദ്ധിപ്പിക്കുന്നു. കഥ പശ്ചാത്തലത്തിന് അനുയോജ്യമായ സെറ്റ് ഒരുക്കിയ പ്രൊഡക്ഷൻ ഡിസൈനും പ്രശംസ അർഹിക്കുന്നു. മലയാളത്തിൻ്റെ വേരുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിരുകൾ ഭേദിക്കാൻ മലയാള സിനിമയ്ക്ക് കഴിയുമെന്ന് ലോക തെളിയിക്കുന്നു. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ മട്ടാഞ്ചേരി സ്വദേശിനിക്ക് 2.88 കോടി രൂപ നഷ്ടമായി എന്ന വാർത്ത നാം കേട്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ നടന്നതുപോലെയുള്ള വളരെ ആസൂത്രിതമായ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലാണ് ഇവർക്ക് പണം നഷ്ടമായത്. മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി തട്ടിപ്പുകാർ 2 മാസത്തോളം ഇരയെ കബളിപ്പിച്ചു. ഒരു കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സുപ്രീം കോടതിയുടെയും CBIയുടെയും വ്യാജ സീലുകളുള്ള രേഖകൾ ഉപയോഗിച്ച് ഒരു കോടതി മുറി വെർച്വലായി നിർമ്മിച്ചു. അതിൽ ജഡ്ജിയും സാക്ഷികളും ഉണ്ടായിരുന്നു. വലിയ മാനസിക സമ്മർദ്ദത്തിലായ സ്ത്രീ പണം നൽകുകയായിരുന്നു. പണം ആശുപത്രി ചെലവുകളാണ്